ഹായ്. അപ്പൊ ഇന്നത്തെ അധികം വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത വെച്ച് ഞങ്ങൾ ഇപ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാമിൽട്ടണില് വൈക്കോട്ടെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാള് ഇന്ന് സ്കൂള് കഴിഞ്ഞ് വന്നപ്പോ കാലുമ്പ സോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ കിച്ചന്റെ ഐലൻഡ് മിഡിലാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് മാത്രമാണ് നമ്മളുടെ ഈ ടൈല് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഷീറ്റ് പോലത്തെ ഒരു സാധനം. അപ്പൊ ഓൾമോസ്റ്റ് ടൈലോ നമ്മൾ ആരെയും പോലത്തെ ടൈല് പോലത്തെ അതാണ് നമ്മുടെ കിച്ചൺ ഏരിയ. അപ്പൊ അവിടെ നിന്ന് ആ ഒരു ഏരിയ മാത്രമേ അയച്ചത് നമ്മുടെ ടൈൽ ഏരിയ ഉള്ളൂ. അപ്പൊ ഇവളോട് ഞാൻ സോക്സ് സ്കൂളിൽ നിന്ന് വന്നപ്പോ തൊട്ട് ഊരിടടി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവള് കേട്ടില്ല. ഫസ്റ്റ് സ്ലിപ്പായപ്പോ ഞാൻ കണ്ടപ്പോ പറഞ്ഞു ഊരിടടി, ഇവള് കേട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞ് എന്താണ് കുട്ടി നിനക്ക് പറയാമെന്നൊക്കെ പറയും. എനിക്കൊന്നും പറയാനില്ല. എന്റെ എക്സ്പീരിയൻസ് നീ പറയും കേട്ടെ. എനിക്കൊന്നുമില്ല. അപ്പൊ സോക്സ് ഊരിയിട്ടില്ല. അപ്പൊ ഇവിടെ കുളിക്കാൻ പോയെന്നാണ് ഇവിടെ പറയുന്നത്. കുളിക്കാൻ പോണ വഴി കാല് സ്ലിപ്പ് ചെയ്തു, ചെവി കൊണ്ടായി നമ്മുടെ കിച്ചൺ ഐലൻഡിന്റെ കോർണറിൽ. അതായത് നമ്മുടെ കിച്ചൺ ഐലൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാനൈറ്റ് ആണ്. അപ്പൊ ഗ്രാനൈറ്റിനെ ഇടിച്ച് ഈ ലെഫ്റ്റ് ഇയർ മൊത്തം ബ്ലഡ് ക്ലോട്ടായി. ലെഫ്റ്റ് അല്ലല്ലോ, റൈറ്റ് ഇയർ. റൈറ്റ് ഇയർ മൊത്തം ബ്ലഡ് ക്ലോട്ടായി. അപ്പൊ നമ്മള് ഇപ്പൊ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 o'clock അപ്പൊ നമ്മള് അപ്പൊ തന്നെ നമ്മുടെ അടുത്തുള്ള മെഡിക്കൽ സെന്റർ, ചെറിയൊരു മെഡിക്കൽ സെന്റർ ഉണ്ട്, നമ്മളുടെ ഒരു ക്ലിനിക് ഒക്കെ പോലെ നമ്മുടെ നാട്ടിലൊരു ചെറിയ ഹോസ്പിറ്റൽ. അപ്പൊ നമ്മള് എമർജൻസി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പനിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ അടുത്തുള്ള മെഡിക്കൽ സെന്ററിലാണ് പോവാ. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തുള്ള മെഡിക്കൽ സെന്ററിൽ കൊണ്ടുപോയി. കാരണം നമ്മളുടെ അവിടെ ഒരുപാട് പെയിൻസും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് അറിയില്ല, എന്താകുന്ന ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് നമ്മള് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ നമ്മൾക്ക് നമ്മുടെ മെയിൻ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തു. അപ്പൊ നമ്മള് റെഫർ ലെറ്റർ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഓൺ ദ വേ ടു ഹോസ്പിറ്റലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആയത് അത് എടുത്ത് കളയണം എന്നാണ് പറഞ്ഞത്. അപ്പോ അതിനു വേണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും അറിയില്ല. കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടുപോകണില്ല. കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മള് വലിയ ഹോസ്പിറ്റലിലേക്ക് പോകാറുണ്ട്. കൂടുതലും നമ്മള് പല ആൾക്കാരും കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ അവളെ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് അവരെ നോക്കാനായിട്ട് അവിടെ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രതിയും തപ്പൊക്കെ ഉണ്ട് നോക്കാനായിട്ട്. അവരുടെ കളിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ വിളിക്കുന്നത് തപ്പൊന്നാണല്ലോ. നമ്മൾക്ക് എന്തെങ്കിലും എമർജൻസി നമ്മൾ തന്നെ സർവൈവ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ പുറത്ത് രാജ്യത്ത് താമസിക്കുമ്പോ നമ്മൾ തന്നെ പോണം. നമ്മളിപ്പോ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും മുന്നേ മാത്രമേ ഹോസ്പിറ്റൽ. അപ്പൊ എന്താവുന്നൊന്നും അറിയില്ല. അവര് പറഞ്ഞത് സെഡേഷൻ കൊടുത്തിട്ട് സിറിഞ്ച് കൊണ്ടിട്ട് നമ്മളുടെ അവിടെ വന്ന് വേദനിപ്പിക്കുന്നതല്ല, ബ്ലഡ് ക്ലോട്ടായി എടുത്ത് കളയണ ആ ഒരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ അഡ്മിറ്റ് ആക്കും. അങ്ങനെ എനിക്കൊന്നും അഡ്മിറ്റ് ആക്കില്ല. കാരണം ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന ഒരു കേസ് ഇല്ല, റയറാണ്. ചെറിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കില്ല എന്നല്ല, കാരണം ഇത് അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് അഡ്മിറ്റ് ആക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഫ്ലോട്ടിങ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ വിടുമായിരിക്കും. എന്തായാലും കാണാം. അല്ലെ കുറെ കുഞ്ഞിന്റെ അഭിപ്രായം എന്താണ്, ഇഞ്ചുറി പറ്റിയുള്ള അഭിപ്രായം പറയും. ഈ എന്താ പറയാ, വീണ ടൈമില് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്മള് ഐസ് വെച്ചു. അപ്പൊ ആ സമയത്ത് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പൊ അവര് ചെന്നപ്പോ ഒരു പാനഡോൾ കൊടുത്തു, പാരസെറ്റമോൾ കൊടുത്തു. അതുകൊണ്ട് അതിന്റെ ഒരു പെയിൻ റിലീഫ് ഉണ്ടാവും. ഇപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പൊ പെയിനും കാര്യങ്ങളൊന്നും
ആക്സിഡന്റ് പറ്റിയത്. അപ്പോൾ നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് ഇവിടെ ഡിസ്ട്രിക്റ്റിലേക്ക് ഒരു ½ ട്രാവലിംഗ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഓൾമോസ്റ്റ് എത്താറായി. ഡോക്ടറെ മറ്റേ ഹോസ്പിറ്റൽ ഡോക്ടർ കൊണ്ട് വീട്ടിൽ പോയി സുഖനെ കൊണ്ടുവന്നാക്കിയിട്ടാണ് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ എന്താണെന്ന് നമുക്കറിയില്ല. ഓൾമോസ്റ്റ് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ എത്താറായി. അപ്പൊ നമ്മളവിടെ ചെന്നിട്ട് ഞങ്ങള് അറിയില്ല, വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്നാൽ മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഇറക്കത്തുള്ളൂ. അപ്പോ എന്താ സിറ്റുവേഷൻ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതായത് നമ്മുടെ ഹോസ്പിറ്റൽ അവിടെ കാണാം. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു. ഒരു ഹോസ്പിറ്റലിലെ ഭാരത നമുക്കുന്നുണ്ട് കുറേ നമുക്കറിയില്ല. ഹോസ്പിറ്റൽ എമർജൻസി എൽസി ഇതായിട്ട് നമ്മൾ ഹോസ്പിറ്റലിനകത്തെത്തി. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് കണ്ടില്ല. അപ്പോൾ ഒരു നേഴ്സ് ഇവിടെ ഞങ്ങൾ കണ്ടപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ വഴി പോട്ടേട്ടാ വഴി കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ ഈ റെഡ് ലൈൻ കാണിച്ചു തരാം. അപ്പോൾ ഈ റെഡ് ലൈൻ ഫോളോ ചെയ്താൽ എമർജൻസിയിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ ആക്സിഡൻറ്റ് എമർജൻസി അപ്പോൾ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയിരിക്കുന്നു. അല്ല കുറേ ഫ്രണ്ടിൽ കൂടെ വന്നു കഴിഞ്ഞാൽ എത്ര മണി എളുപ്പമുണ്ടാവും. ബാക്കി കൂടെ അല്ല വന്നത് പറയണം. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂവിന് വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ക്യൂവിൽ നിൽക്കണം. ക്യൂ അല്ലേ കുറേ ഇതാണ് നമ്മൾ കാണിക്കാൻ തുടങ്ങുന്നത്. ിരിക്കുന്നു കുറഞ്ഞിട്ടുള്ള ഫയൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കണ്ട. അല്ല കുറേ റൂം 1 റൂം 1 അല്ലേ ചൈൽഡ്. അതെ. അപ്പം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വെയിറ്റ് ചെയ്യാൻ കുറേ ശരി ലൈഫ് സ്റ്റേ കുത്തിട്ടുണ്ടോ പേടി ഇതിനുള്ളിൽ വന്നിട്ട് 7 o'clock 8 o'clock ആയിരുന്നു. 1 hour സ്റ്റിൽ വെയിറ്റിംഗ്. അപ്പോൾ ഉടനെ ഡോക്ടറെ കണ്ടു. നേഴ്സ് ഡോക്ടറെ കണ്ടില്ല, സോറി. നേഴ്സ് കണ്ടു. ആസ് യൂഷ്വൽ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. ടെമ്പറേച്ചർ കിട്ടിയത് കുറച്ച് റിലീഫ് 4 o'clock കിട്ടും. അപ്പോൾ വീണ്ടും ibuprofen കൊടുക്കും. പെയിനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിലീഫ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട സ്വർണ്ണയാണ് തന്നോട് കിട്ടി. തന്നോട് ibuprofen
മരുന്നാണ് മിഠായി ഒന്നുള്ളതൊന്നും. എന്നിട്ട് മിഠായി ലിക്വിഡ് അല്ലത് നക്കുമ്പോ ലിക്വിഡ് ആവില്ലേ, ലിക്വിഡ് അപ്പൊ കഴിക്കാലോ. നമുക്ക് ബർഗർ വേണം, വിശക്കണം. എന്തൊക്കെയാണ് 3 o'clock സ്കൂൾ കഴിഞ്ഞു, ഇപ്പൊ 8 o'clock. 3 o'clock നീ അപ്പൊ തന്നെ ഭക്ഷണം കഴിക്കില്ലേ? എന്റെ കുഴപ്പമില്ലല്ലോ, എന്റെ കുഴപ്പമില്ല. ആക്സിഡന്റ് ആക്കിയാ നീയാണ് ഉത്തരവാദി. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് 10 മണിയായിരുന്നു. സ്വത്തും ഹോസ്പിറ്റലിൽ എല്ലാവരും ഫൈനലി ഞങ്ങൾ ഡോക്ടറെ കണ്ടു. സമയം 11:30. ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഇത് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ബ്ലഡ് ക്ലോട്ടായി എടുത്ത് കളയാനുള്ളതില്ല. ഓക്കെയാണ് ഇപ്പം തൽക്കാലത്തേക്ക്. ഐസ് വെച്ചാൽ മതി. ഒരു വീക്ക് എടുക്കും, പക്ഷെ ഒരു പോകാനായിട്ടുണ്ട്. ഒരു പെയിൻ റിലീഫ് പാനഡോൾ തരാൻ വന്നിട്ടുണ്ട്. ഓക്കെയാണ്. ഹോസ്പിറ്റൽ വീഡിയോ കഴിഞ്ഞു. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, കാരണം എമർജൻസി തുടങ്ങി. ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങാൻ ജീവിതത്തിൽ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ മുതൽ 6 മണിയൊക്കെ പുറത്തിറങ്ങുന്നത് 12 മണിക്കാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തൂടെ പോവാം. കുറച്ച് തണുപ്പായതുകൊണ്ട് വന്നത് കുറേ ഇവിടെ അല്ല വന്നടി. കുറേ കൂടെ വന്ന അത് കൂടെ വന്നേ. വാ, ഞങ്ങളിത് കൂടെ വന്നതുകൊണ്ട് വന്നാണ്. സ്റ്റെപ്പ് ഇറങ്ങി വന്നാണ്. സ്റ്റെപ്പ് കയറി വന്നാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 12 മണി ഫുഡ് കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാണ്. രാത്രി 12 മണി എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വേണം ഞങ്ങൾ ഈ വഴിക്ക് വന്നാൽ. ഞങ്ങൾ ഈ വഴിക്കൊരു 6 കൂടെ വന്നു. അപ്പോൾ 12 മണി ഫുഡ് എന്തെങ്കിലും കഴിക്കണം. അത് മക്ഡോണൾഡ്സോ ചിക്കനോ അതാണ് വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കഴിക്കണം. കഴിച്ചിട്ട് കഴിയാം. അപ്പോൾ ഞങ്ങൾ നടക്കട്ടെ, കിടന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ 12 മണിക്ക് ഞങ്ങൾ പുറത്തിറങ്ങി. പക്ഷെ പുറത്ത് തണുപ്പായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഒരേ ഉള്ളിലൂടെയുള്ള ഓരോ വഴികളിലൂടെ ഞങ്ങൾ ഇറങ്ങി. വണ്ടി പാർക്ക് ചെയ്താണ്. എന്നറിയില്ല, എനിക്കറിയാം. ഓക്കെ. ഞങ്ങൾ ബ്ലഡ് ബാങ്കിങ് ഇവിടെ നിന്ന് എക്സിറ്റ് ഇറങ്ങി കൂടെ വന്ന. അപ്പം അത്രയേ ഉള്ളൂ.